പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ അറസ്റ്റ്. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലുണ്ടായിരുന്ന 4 പേരുടെയും മറ്റ് പ്രതിയുടെയും അറസ്റ്റുകൾ ഇന്ന് റെക്കോർഡ് ചെയ്തു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 39 ആയിട്ടുണ്ട്. 29 എഫ്ഐആറുകളും രജിസ്റ്റർ ചെയ്തു. വിദേശത്തും മറ്റും സംസ്ഥാനത്തുള്ള പ്രതികളെ കണ്ടെത്തുന്നതിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. വിനോദ്, ഈ ദളിത് പെൺകുട്ടിക്ക് ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വരുന്നു. നിരവധി പേർ, അതായത് 13 വയസ്സ് മുതൽ ക്രൂരമായ പീഡനത്തിന് ഇരയാകേണ്ടി വന്നു. 5 വർഷത്തോളം നിരവധി പേർ പീഡിപ്പിച്ചുവെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. നിലവിൽ എത്ര പേരെ 39 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. കൂടുതലും ആളുകളും വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമാണ്. അവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണോ കണക്കാക്കേണ്ടത്? ടോം, 62 പേർക്കെതിരെയാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. ഇതിൽ 39 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലുണ്ടായിരുന്ന 4 പേർ, അതോടൊപ്പം തന്നെ പുതിയ ഒരു പ്രതി, ഇങ്ങനെ 5 പേരുടെ അറസ്റ്റാണ് ഇന്ന് രാവിലെ റെക്കോർഡ് ചെയ്തത്. കൂടുതൽ ആൾക്കാരെ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ചില പ്രതികൾ വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ 39 അറസ്റ്റുകൾ 29 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ തുടർ നടപടിയായാണ് ഈ അറസ്റ്റുകളും ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പത്തനംതിട്ടയും ഇലവന്തിട്ട ഈ 2 സ്റ്റേഷനുകളിലായിരുന്നു കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിന് പുറമെ 2 സ്റ്റേഷനുകളിൽ കൂടി ഇപ്പോൾ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പന്തളവും അതോടൊപ്പം തന്നെ മലയാലപ്പുഴ, ഈ 2 സ്റ്റേഷനുകളിലാണ് പുതുതായി ഓരോ എഫ്ഐആറുകൾ കൂടി രജിസ്റ്റർ ചെയ്തത്. പോലീസിന്റെ അന്വേഷണം കഴിഞ്ഞ ദിവസം തന്നെ റേഞ്ച് ഡി ഐ ജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ 25 അംഗ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നു. അജിത ബീഗത്തിനാണ് മേൽനോട്ട ചുമതല. പത്തനംതിട്ട SP വിനോദ് കുമാർ ഉണ്ട്, അദ്ദേഹം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. DYSP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. വനിതാ പോലീസുകാരും സൈബർ പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരാണ് ഈ 25 അംഗ ടീമിലുള്ളത്. നമുക്ക് ഈ കേസിന്റെ ഒരു നാൾ വഴി കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പത്തനംതിട്ടയിലെ നമ്മുടെ പ്രതിനിധി ശശിനാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം വലിയ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ്. ഒരുപക്ഷെ സൂര്യനെല്ലി കേസൊക്കെ കഴിഞ്ഞാൽ ഇത്രയും ഞെട്ടലുണ്ടാക്കുന്നൊരു വാർത്ത. നമ്മുടെ നാട്ടിൽ 62 പേർ ഒരു പെൺകുട്ടിയെ, അത് 13 വയസ്സ് മുതൽ ആ കുട്ടി പീഡനത്തിന് ഇരയാകുന്നു എന്നതാണ്. എങ്ങനെയാണ് ഈ വാർത്ത ആദ്യം പുറത്തു വരുന്നത്? അത് റിപ്പോർട്ട് ചെയ്ത അനുഭവം എന്തായിരുന്നു? 13 വയസ്സുള്ളപ്പോഴാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ഒരു പീഡനം നടക്കുന്നത്. പക്ഷേ അത് പുറത്തു വരുന്നത് 5 വർഷത്തിന് ശേഷം, അതായത് ഈ 18 വയസ്സ് പൂർത്തിയായപ്പോഴാണ് ഈ പീഡന വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് സ്കൂളിൽ യാദൃച്ഛികമായി നടന്ന ഒരു കൗൺസിലിനിടയിലാണ് ഈ പെൺകുട്ടി തനിക്ക് ഇത്തരത്തിൽ ചില ദുരനുഭവമുണ്ട് എന്ന് സന്നദ്ധ സംഘടന പ്രവർത്തകരോട് പറയുന്നത്. ആ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കുന്നു. അവർ ഈ കുട്ടിയുടെ മൊഴി എടുത്തതിന് ശേഷം വിശദമായൊരു പരാതി ജില്ലാ പോലീസ് സൂപ്രണ്ട് കൊടുക്കുന്നു. ജില്ലാ പോലീസ് മേധാവി പെട്ടെന്ന് തന്നെ സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിന് തയ്യാറാകുന്നു. അതിന് പ്രത്യേക ടീം രൂപീകരിക്കുന്നു. പത്തനംതിട്ട DSP നന്ദകുമാർ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീം രൂപീകരിച്ചുകൊണ്ട് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. പക്ഷേ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ 5 വർഷത്തിനിടയിൽ പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിന്, പീഡനത്തിന്, അങ്ങനെ ഒരുപാട് ഒട്ടനവധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓട്ടോ ഡ്രൈവർമാരുണ്ട്, മറ്റ് ചില പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരുകൾ വരുന്നുണ്ട്. സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ആളുകൾ. ഇതിനൊക്കെ അപ്പുറത്ത് ഞെട്ടിക്കുന്ന ഒരു കാര്യം, പ്രായപൂർത്തിയാകാത്ത 3 ആൺകുട്ടികൾ അല്ലെങ്കിൽ +2 വിദ്യാർത്ഥി അടക്കം ഈ പ്രതിപട്ടികയിൽ ഉണ്ട് എന്ന കാര്യമാണ്. വിനോദ്, തീർച്ചയായിട്ടും നമുക്ക് ഈ കേസിൻ്റെ നമ്മൾ വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യം, പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്ന ഈ കായിക താരം ഒരു പെൺകുട്ടിയാണ്. സ്കൂളിലെ കായിക മത്സരങ്ങളിലൊക്കെ സംസ്ഥാന കായിക മത്സരങ്ങളിലൊക്കെ സ്കൂളിൻ്റെ മീറ്റുകളിലൊക്കെ പങ്കെടുക്കുകയും അതിൽ സമ്മാനം നേടിയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കായിക പരിശീലനത്തിൽ പോയപ്പോൾ കായിക അധ്യാപകർ, സഹപ്രവർത്തകർ, അച്ഛൻ്റെ സുഹൃത്തുക്കൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, മത്സ്യക്കച്ചവടം നടത്തുന്നവർ, അതുപോലെ തന്നെ ഈ കുട്ടിയേക്കായി പ്രായത്തിൽ കുറവുള്ളവർ, അതായത് പ്രായപൂർത്തിയാകാത്ത പ്രതികൾ, അത്തരത്തിൽ ഒരു വലിയ ക്രൂരമായ രീതിയിൽ ഇത്തരത്തിൽ ആളുകളെല്ലാം ഈ കുട്ടിയെ ഈ 5 വർഷത്തിനുള്ളിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അതിന് കൃത്യമായൊരു ലിസ്റ്റ്, ഈ പീഡന വിവരത്തിൽ ലിസ്റ്റ് തന്നെ ഈ കുട്ടി തയ്യാറാക്കിയിരുന്നു. ഒപ്പം പിതാവിൻ്റെ ഫോൺ നമ്പറിലേക്ക് ഇവർ വിളിക്കുമ്പോഴെല്ലാം ആ ഫോൺ നമ്പറിൽ ഈ പ്രതികളുടെ നമ്പറുകളെല്ലാം സേവ് ചെയ്തിരുന്നു. അത്തരത്തിൽ
ഒരു വിവരങ്ങളെല്ലാം ഈ കുട്ടി ഈ അന്വേഷണ സംഘത്തിന് കൈമാറി. അതുകൊണ്ട് തന്നെ പോലീസിന് കൃത്യമായി പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ വിവരം ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി അന്ന് തന്നെ പോലീസ് കൃത്യമായി 5 പേരെയാണ് ആദ്യം, വിലപ്പെട്ട പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ കേസ് രജിസ്റ്റർ ചെയ്ത് 5 പേരെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. തുടർച്ചയായിട്ട് സഡൻ ആക്ഷൻ എന്ന നിലയ്ക്ക് പെട്ടെന്ന് തന്നെ അടുത്ത പ്രതികളെ എല്ലാം കണ്ടെത്താൻ കഴിഞ്ഞു. അവരെവിടെ ഉള്ളവരാണെന്ന് അറിയാൻ കഴിഞ്ഞു. ആ ലിസ്റ്റുകളെല്ലാം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു. അത്തരത്തിൽ 39 പ്രതികളെ ഇതുവരെ ഈ സംഭവം പുറത്തു വന്നിച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ജനറൽ ആശുപത്രിയിൽ പോലും, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോലും ഇങ്ങനെ കൂട്ടബലാത്സംഗത്തിന് ഈ കുട്ടി വിധേയയായി എന്ന വിവരം വരുന്നുണ്ട്. ആ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി തൊട്ടടുത്ത ഈ ആളൊഴിഞ്ഞ കടമുറിയിൽ അവിടെ വെച്ചും ലൈംഗിക ചൂഷണത്തിന് ഇടയാക്കി എന്ന് പറയുന്നു. അതായത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് പലപ്പോഴും ഇത് ആദ്യം കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ കേൾക്കുന്ന 62 പേരുടെ ലിസ്റ്റ് വരുന്നു. അങ്ങനെ ഒരു സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസ് ആദ്യം പരിശോധിച്ചത്. പക്ഷേ കൃത്യമായ ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണത്തിലും ഈ സൈബർ സെല്ലിൻ്റെയൊക്കെ അന്വേഷണത്തിലൂടെ ഈ കുട്ടി പറയുന്നത് വസ്തുതയിലേക്ക് പോകുന്നു. കാരണം ഫോൺ കോളുകൾ കേന്ദ്രീകരിക്കുമ്പോൾ ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ശാസ്ത്രീയപരമായുള്ള അന്വേഷണങ്ങൾ അത് നടത്തുമ്പോഴും പ്രതികളിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ്. അതെല്ലാം പരിശോധിച്ച ശേഷമാണ് ഈ പ്രതികളെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കുട്ടിയെ ഈ ജനറൽ ആശുപത്രിയിൽ വെച്ച് പീഡിപ്പിക്കുന്നു. ഒപ്പം പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ അവിടെ വെച്ച് പീഡനം നടക്കുന്നു. തൊട്ടടുത്ത് നഗരത്തിൽ തന്നെ ചുട്ടിപ്പാറ എന്ന് പറഞ്ഞൊരു കേന്ദ്രമുണ്ട്. അവിടെയും 5ഓളം പേരാണ് ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, രാത്രി ഈ കുട്ടിയെ വീട്ടിൽ ആദ്യം ഈ കുട്ടിയുടെ സുഹൃത്തായ സുബിൻ എന്ന് പറഞ്ഞ ആളാണ് ഈ കുട്ടിയുമായി സൗഹൃദത്തിലാകുകയും ആദ്യം ഈ കുട്ടിയെ അതിലേക്കാണ് വരുന്നത്. അതായത് ഈ കുട്ടിക്ക് 13 വയസ്സുള്ളപ്പോൾ ഒരു 16-കാരൻ ഈ കുട്ടിയുമായി സൗഹൃദത്തിലാവുകയും രാത്രി വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ആ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. അവിടെ നിന്നാണ് ഈ ലൈംഗിക പീഡനത്തിൻ്റെ ഒരു കണ്ണി, ഈ ശൃംഖലയുടെ തുടക്കം അങ്ങനെയായിരുന്നു. വിനോദം, നമ്മൾ ഈ കേസ് എന്ന് പഠിച്ചിരിക്കുന്നത് നമ്മൾ ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് ഈ കേസുകളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ പക്ഷേ ഈ കേസിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥ. കാരണം ചങ്ങലകളായി പ്രതികൾ വരുന്നു. അതായത് ആദ്യം ഈ സുബിനാണ് ഈ കുട്ടിയോട് സൗഹൃദത്തിലാവുകയും സുബിൻ വീട്ടിൽ നിരന്തരമായി സന്ദർശിക്കുന്ന ഒരാളുമായിരുന്നു. അങ്ങനെ ഈ കുട്ടിയെ തൊട്ടടുത്ത വീടിൻ്റെ അടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയാണ് ആദ്യം ഈ സുബിൻ പീഡിപ്പിക്കുന്നത്. പിന്നീട് ഈ ദൃശ്യങ്ങൾ സുബിൻ തന്നെ പകർത്തി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നു. അവർ ആ ദൃശ്യങ്ങൾ വെച്ച് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയാണ് പിന്നീട് രാത്രി ഈ 5 പേരടങ്ങുന്ന സംഘം കൂട്ടബലാത്സംഗം ചെയ്ത് തൊട്ടടുത്തൊരു കടയിൽ കൊണ്ടുപോയിട്ട് 5 പേര് ചേർന്ന് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത്. ഈ സംഘം തന്നെയാണ് ചുട്ടിപ്പാറയിൽ വെച്ച് കുട്ടിയെ പീഡിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വലിയ പിന്നീട് ഒരു ചങ്ങല കണ്ണികൾ പോലെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ചവർ ഓട്ടോയിൽ വരുന്നവരെ വിളിച്ചു വരുത്തുകയാണ്. ഓട്ടോ ഡ്രൈവർമാരെ അടക്കം വിളിച്ചു വരുത്തി, അതായത് ഈ കൊണ്ടുപോയ ആളുകൾ തന്നെ വീണ്ടും ആളുകളെ വിളിച്ചു വരുത്തി ഈ കുട്ടിയെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവം വരെ ഉണ്ടായി. തീർച്ചയായും ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ കുട്ടിയേക്കായി വലിയ പ്രായമുള്ളവർ, പ്രായം കുറഞ്ഞവർ, അത്തരത്തിൽ ആളുകൾ ഈ ഓട്ടോറിക്ഷയിൽ ഈ കുട്ടിയെ കയറ്റിക്കൊണ്ടുപോയിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വരെ ഇതിനകത്ത് പീഡനത്തിലേത് അവർ ഓട്ടോറിക്ഷയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവരും അറസ്റ്റിലാണ്, റിമാൻഡിലാണ് ഇപ്പോൾ നിലവിലുള്ള ഈ ആളുകളെല്ലാം. എന്തായാലും ഒരു നടുക്കുന്ന ഒരു കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നൊരു വാർത്ത എന്ന് നൽകുകയാണ്. കാരണം 13 വയസ്സ് മുതൽ 18 വയസ്സ് പ്രായമാകുന്നവരെ ഒരു കുട്ടി 62 പേരുടെ ക്രൂരമായ പീഡനത്തിന്, ലൈംഗിക പീഡനത്തിന് ഇരയാകുമെന്ന് പറയുന്നത് കേരളം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ കേസിൻ്റെ മാനം അതോടെ മാറി. കാരണം ദേശീയ വനിതാ കമ്മീഷൻ ഈ കേസിൽ ഇടപെട്ടു, റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതോടുകൂടി തന്നെ DIG നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷണത്തിൽ പോയി. ഏതായാലും പോലീസ് വളരെ ചടുലമായ ഒരു നീക്കം ഈ കേസ് നടത്തുന്നുണ്ട്. വിദേശത്ത് പോയ ആളുകൾ അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ളവരെ ഇവരെ എല്ലാം നാട്ടിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനത്തിൽ പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുപ്പിക്കാൻ സാധ്യതയുണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ. നമ്മൾ വിദേശത്തുള്ളവർ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനുള്ള ഒരു തീരുമാനം. അതോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് വയ്ക്കുന്നത് ഈ കുട്ടികൾക്ക് നൽകുന്ന കൗൺസലിംഗ്, അവരെ അതിന് വിധേയമാക്കുന്നത് ഈ കേസിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതായി മാറി എന്നതാണ്. എന്താണ് അതേക്കുറിച്ചുള്ള ഒരു അനുഭവം? വിനോദം, നമ്മൾ പറയുകയാണെങ്കിൽ പലപ്പോഴും ഈ സ്കൂളുകളിലൊക്കെ കൗൺസിലിംഗ് ഉണ്ട്. തീർച്ചയായും ആ കൗൺസിലിംഗ് വളരെ ആവശ്യമാണെന്നാണ് മനസ്സിലായത്. യാദൃച്ഛികമായി നടന്നൊരു കൗൺസിലിംഗ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ആ കൗൺസിലാണ് ഈ കുട്ടി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഈ സന്നദ്ധ സംഘടന പ്രവർത്തകരോട് പറയുന്നത്. ആ കൗൺസിലിങ്ങിലൂടെയാണ് ഇത്രയും ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും തീർച്ചയായും അത്തരം കാര്യങ്ങൾ ശക്തമാക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകുന്നു. കേരളത്തിലെ കുട്ടികളെ, അതുപോലെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും ഇത്തരമുള്ള കാര്യങ്ങൾ ഒരു അവയർനെസ് ആവശ്യമാണ്. ആ കൗൺസിലിംഗിൽ കൂടിയാണ് ഈ കുട്ടി ഇത്തരം പീഡന വിവരം പുറത്തു പറയുന്നത്. എന്തായാലും ഒരു വലിയ ഒരു പീഡനത്തെ, കേരളത്തിൽ നടന്നൊരു വലിയ പീഡനത്തിൻ്റെ ചുരുളുകൾ അങ്ങനെ അഴിയുകയാണ്. എന്തായാലും പ്രതികളെല്ലാം ഓരോന്നായി പോലീസ് കണ്ടെത്തും. പോലീസിൻ്റെ അന്വേഷണത്തെ എത്ര
നമ്മൾ പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം അവരുടെ ചടുലമായ നീക്കങ്ങൾ, അവരുടെ അന്വേഷണ മികവ്. ആദ്യമൊക്കെ പ്രതികളെ സംബന്ധിച്ച് പോലീസ് നമ്മളോടൊന്നും പങ്കുവച്ചില്ല. കാരണം ഈ പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട്. തീർച്ചയായിട്ടും ഈ കേസ് നൽകുന്ന ഒരു പാഠം കൂടിയുണ്ട്. 13 വയസ്സുള്ളപ്പോൾ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ 18 വയസ്സാകുന്നു. പലരും അതിനുശേഷം വിവാഹം കഴിച്ചു പോയവരുണ്ട്, വിവാഹം ഉറപ്പിച്ച പ്രതിയുണ്ട്, മറ്റ് ജോലികൾ കിട്ടി പോകുന്ന ആൾക്കാരുണ്ട്. നിയമം ഏറ്റവും വലുതാണ്. കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് ക്രൂരത കാണിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യമാണ്. സ്ത്രീകളോടും കുട്ടികളോടും അപമര്യാദയായി പെരുമാറുമ്പോൾ ഏവരും ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നിയമം നിങ്ങളുടെ പിറകെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും മാന്യമായി, ഏറ്റവും മര്യാദയ്ക്ക് ആളുകളോട് പെരുമാറുക, പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും പെരുമാറുക. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞതും അതുതന്നെയാണ്. ടോം. വ്യക്തമാണ്. ബി വിനോദും ശശിനാരായണനുമാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സൂര്യനെല്ലി, കിളിരൂർ, കവിയൂർ കേസുകൾ പോലെ കേരളത്തെ ഏറെ നടുക്കിയ ഒരു പീഡന പരമ്പരയാണ് പത്തനംതിട്ടയിലും അരങ്ങേറിയത്. ഒരു 13 വയസ്സ് മുതൽ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയായ ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്ത കേട്ട് കേരളം ഏറെ ഞെട്ടലോടെയാണ് ആ വാർത്ത നമുക്ക് കേൾക്കേണ്ടി വന്നത്. 60-ലധികം പേർ ഈ കാലയളവിൽ ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ചും ലൈംഗിക ചൂഷണം ഉണ്ടായി എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. നിലവിൽ 30-ലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്.